സംഘപരിവാറിന്റെ ഭാരതാംബ ചിത്രതന്ത്രത്തിന് വലിയ പ്രചാരം നേടിക്കൊടുത്ത CPMന്റെ രാഷ്ട്രീയ മണ്ടത്തരമാണ് ഇന്നലെ കേരള സർവകലാശാലയിൽ കണ്ടത്. സംഘപരിവാർ അനുകൂല സംഘടനയ്ക്ക് സർവകലാശാല സെനറ്റ് ഹാൾ വാടകയ്ക്ക് നൽകിയതാണ്. സർക്കാരിൻ്റെയോ സർവകലാശാലയുടെ പരിപാടിയായിരുന്നില്ല. മതപരമായ പ്രസംഗത്തിന് ഹാൾ ഉപയോഗിക്കരുതെന്നാണ് നിബന്ധനയിൽ സംഘടനയോട് രജിസ്ട്രാർ രേഖാമൂലം നിർദ്ദേശിച്ചിരുന്നത്. രാഷ്ട്രീയമായി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുമില്ല. മാത്രമല്ല, ഇന്നലെ നടന്നത് അടിയന്തരാവസ്ഥയ്ക്കെതിരായ പരിപാടിയുമാണ്. RSSന്റെ രാഷ്ട്രീയ പ്രചാരണ തന്ത്രമാണ് ഭാരതാംബ ചിത്രം എന്നതിനാൽ നിബന്ധന ലംഘിച്ചെന്ന വാദം യുക്തിസഹമായതുമില്ല. ഇത് സർവകലാശാലയുടെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും നിയമാവലിയിലും ഇങ്ങനൊരു സംവിധാനമില്ല. അപ്പോൾ ആ നിയമത്തിൽ ചട്ടത്തിലും പറയാത്ത ഒരു കാര്യത്തിൽ നമുക്ക് അനുവാദം കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ രാഷ്ട്രീയ ആഭിമുഖ്യം ഹാൾ വാടകയ്ക്ക് കൊടുക്കും മുൻപേ പരിശോധിക്കാമെന്നിരിക്കെ വീഴ്ച സംഭവിച്ചത് സർവകലാശാലയ്ക്കാണ്. ചിത്രം മാറ്റണമെന്ന് ക്ഷണിച്ച രജിസ്ട്രാറേയും SFIയെയും വകവയ്ക്കാതെ ഗവർണർ വരികയും ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. സ്വകാര്യ ചടങ്ങ് അലങ്കോലമാക്കാൻ ശ്രമിച്ച രജിസ്ട്രാർക്കെതിരെ BJP നോമിനികളായ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വൈസ് ചാൻസലർക്ക് പരാതി നൽകും. അതേസമയം ഇന്നലെ സെനറ്റ് ഹാളിൽ അരങ്ങേറിയത് CPM സ്പോൺസേഡ് SFI നാടകമാണെന്നും വ്യാഖ്യാനിക്കേണ്ടി വരും. We don't have tolerance. Sahishnutta. Do we have it or not? There has to be there. But why this confrontation? I don't want to target anybody. But this type of emergency cannot be tolerated. അടിയന്തരാവസ്ഥ കാലത്ത് CPM RSS ബാന്ധവം ഉണ്ടായിരുന്നതായുള്ള MV ഗോവിന്ദനെ വെളിപ്പെടുത്തലിന്റെ ക്ഷീണം മറയ്ക്കാൻ SFI ഇറക്കി പ്രതിഷേധം നടത്തിയെന്നാണ് ആരോപണം. അടിയന്തരാവസ്ഥയ്ക്കെതിരായ സംഘപരിവാർ അനുകൂല സംഘടനയുടെ പരിപാടിക്കെതിരെ SFI രംഗത്തിറങ്ങുന്നതിൽ കൃത്യമായ സന്ദേശമുണ്ട്. CPM ആണ് RSSന്റെ എതിരാളി എന്ന് ആവർത്തിക്കുകയാണ് ഇതിലൂടെ. അത് മനസ്സിലാക്കി തന്നെയാണ് ഗവർണറുടെ പ്രസ്താവനയും. അടിയന്തരാവസ്ഥ കാലത്ത് CPM RSS സഹകരണമുണ്ടായിരുന്നു എന്ന ഗവർണറുടെ പ്രസ്താവന ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.